ഞങ്ങൾ തമ്മിൽ ഉള്ള സ്വകാര്യ സംഭാഷണത്തിന് വിശദാംശങ്ങൾ പരിശീലില്ല. എനിക്ക് കണ്ണൂർ ജില്ലയിൽ കേശു കാലം മുതൽ പരിചയമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ മിക്കവരും ഇപ്പോൾ കൂടെയില്ല. ഇന്ന് കണ്ണൂർ ജില്ലയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന ജനപ്രിയനായ നേതാവ് സുധാകരനാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി പൊരുതുന്ന പ്രവർത്തകരുടെ നേതാവാണ്. ആ സുധാകരൻ തീർച്ചയായും മൂന്നാമതൊരിക്കൽ കൂടിയുള്ള ഒരു പിണറായി ഭരണം കേരളത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കത്തില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. ചോദ്യോത്തരത്തൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അല്ല, ഞാൻ പറയത്തില്ല. കാരണം ഞാനിപ്പോൾ അങ്ങനെ അധികം കാര്യങ്ങൾ പറയുന്ന ആളല്ല, അധികം ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളല്ല. കാരണം ഇപ്പോൾ ഔദ്യോഗിക നേതാക്കന്മാർ വേറെയാണ്. ഞാൻ പഠിച്ച പാർട്ടി അച്ചടക്കം പണ്ട് എത്ര വലിയ നേതാവായാലും ഇന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ പാർട്ടിയുടെ ഔദ്യോഗിക നേതാക്കന്മാരുണ്ട്. അവരാണ് പാർട്ടി നേതാക്കന്മാർ. അപ്പോൾ ഞാൻ അധികം പറയാറില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വീട്ടിൽ ഈ നല്ല വെയിലത്ത് തുറന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിച്ചാണ്. ശിവകുമാരൻ നിങ്ങളും കൂടെ ആശംസ നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങൾ വളരെ നല്ല ക്രിമിനലായിട്ട് ലീഡിങ് ക്വസ്റ്റ്യനാണ്. കുറച്ച് വിസ്താരത്തിൽ ആൾക്കാരെ കുഴയ്ക്കുന്ന ചോദ്യമാണ്. ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞത് ശരിയല്ല. നല്ല എന്താ പേര്? നല്ല കറസ്പോണ്ടൻ്റാണ്.